ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് DIY വർക്കുമായിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ്സ് ആണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ കുഞ്ഞു പ്ലേറ്റൊക്കെ ഞാൻ പ്ലാന്ററിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ പ്ലാന്റ്സൊക്കെ വെച്ച ആ ഒരു പോട്ടിൻ്റെ അടിയിൽ നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് പ്ലേറ്റ്സ് ആയിരുന്നു, ആ ചെറിയ കുഞ്ഞു പ്ലേറ്റ്സൊക്കെ. പിന്നെ ഇതാ ഫുഡ് കണ്ടെയ്നേഴ്സിൻ്റെ ഒക്കെ ക്യാപ്പുണ്ട്, ലിഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വലിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഡിന്നർ സെറ്റിൻ്റെ ഒക്കെ ഒപ്പം കിട്ടില്ല, പ്ലേറ്റ്സിൻ്റെ ഒപ്പം ആ ഒരു വിളമ്പി വെക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലേറ്റാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം, എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഫങ്ഷണലി അതുപോലെ തന്നെ ഡെക്കറായിട്ടും രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു DIY ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വലിയ പാത്രം വെച്ചിട്ടുള്ളൊരു DIY മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോസിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ രണ്ട് സൈഡിലും ഒരു ഹോൾഡിംഗ് ആയിട്ട് കുറച്ചൊരു എക്സ്റ്റൻഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിതൊരു ട്രേ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മളതൊരു ട്രേ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു വാൾ പുട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വാൾ പുട്ടി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അധികം കട്ടിയിലല്ലാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പുട്ടിയിലേക്ക് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഗ്രേ കളറാണ് ബേസായിട്ട് വേണ്ടത്. ബേസ് കളർ ഗ്രേ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഗ്രേ ഷെയ്ഡിലേക്കൊന്ന് കൺവേർട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ചും കൂടെ ആക്രിലിക് പെയിൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കുറച്ച് ഡ്രോപ്സ് ബ്ലാക്ക് ഷെയ്ഡ് ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തിൻ ലെയറാണ്, തിൻ കോട്ടിംഗ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ഈ ഒരു പുട്ടിയുടെ കോട്ടിങ് തിക്കായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ട്രേയുടെ വെയിറ്റും കൂടെ കൂടുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു ഫങ്ഷണലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രേ ആണ്. അതുകൊണ്ട് തന്നെ അധികം തിക്നെസ് കൊടുക്കാണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊരു കോർണർ സ്റ്റാൻഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ തിക്നെസ് കൂടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്രയും ഈ ഒരു ജസ്റ്റ് ഒരു തിൻ ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു ബേസിലുള്ള ഭാഗത്തൊന്നും ലെയറിങ് ചെയ്തെടുക്കുന്നില്ല. അതും വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇതേ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ തന്നെ മതിയാകും. ഇനിയിപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് ഈവൺ ആക്കിയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വാൾ പുട്ടിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു ബ്രഷൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് എങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഫ്രീ ഹാൻഡ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്ത ഉടനെ തന്നെ ഹാൻഡൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് കോക്കനട്ട് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ട്രേ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്ക് വേറെ 2 കപ്പും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കപ്പ് വെച്ചിട്ട് ബ്രോക്കൺ ആയിട്ടുള്ള കപ്പ് വെച്ചിട്ട് ഇപ്പോൾ ഹാൻഡിലൊക്കെ ഒടിഞ്ഞു പോയിട്ടുള്ള കപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് നമ്മുടെ വാൾ പുട്ടി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു റീമേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 2 കപ്പ് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒന്ന് റീമേക്ക് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അതായത് ഹാൻഡിലൊക്കെ പൊട്ടിയിട്ടുള്ളൊരു കപ്പാണ്. അപ്പോൾ ഇതിലേക്കും കൂടെ ഒരു തിൻ ലെയറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഒരു സെറാമിക്കിൻ്റെ കപ്പായതുകൊണ്ട് തന്നെ നല്ല ഗുഡ് കണ്ടീഷനാണ് ബാക്കി ഏരിയാസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി ഓൾറെഡി അതിനുണ്ട്. അതൊന്ന് റീമേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടിയിട്ടേ ഉള്ളൂ. നമുക്ക് ആ ഒരു പൊട്ടിയ ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്ത് നല്ലൊരു ലുക്ക് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു തിൻ ലെയർ വെച്ചിട്ടാണ് ഇതും കൂടെ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സ്റ്റോൺസും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു പ്ലാന്ററായിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് കപ്പ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ തിൻ ലെയറായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഒരു മോഡേൺ ടച്ചൊക്കെ കിട്ടുന്നൊരു മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫിംഗർ വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാ ഇങ്ങനെ ആ ഒരു ഫോമിൽ വരും, ഈ ഒരു ടെക്സ്ചർ ക്രിയേറ്റായി വരും. അപ്പോൾ ആ ഒരു ടെക്സ്ചറിൽ തന്നെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ അതാ നമ്മുടെ സെക്കൻഡ് കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ, നമ്മുടെ കപ്പിൻ്റെ ഉൾഭാഗത്തുള്ളതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഡ്രൈ ആവുന്നതിന് മുമ്പ് ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുത്താൽ തന്നെ മതിയാകും. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആയതിനു ശേഷമാണെങ്കിൽ ഒരു സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ക്ലീനായി കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ പുട്ടിയുടെ മിക്സ് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും കൂടെ അന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മോക്ക് ടോയ്സൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ബോട്ടിലൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ 2 hours കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാൾ പുട്ടി കാര്യങ്ങളൊക്കെ ഡ്രൈ ആവുന്ന ടൈം കൊണ്ട് തന്നെ ഇതും കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കോളും. ബാക്കി ഞാൻ ട്രേയും കപ്പൊക്കെ 8 hours ഡ്രൈ ആയതിനു ശേഷമാണ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നൈറ്റിലുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മളിത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് ഞാനിത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് വാട്ടർ കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സോഫ്റ്റാക്കി എടുത്തതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബേസ് കളർ ഓൾറെഡി നമ്മൾ ഗ്രേ ആക്കി എടുത്തുകൊണ്ട് തന്നെ ബേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എനിക്കിതിലേക്ക് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ളൊരു ഡിസൈനാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ട്രേയിലേക്കുള്ള പെയിൻറ്റിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു കപ്പിലേക്കുള്ളത് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റോൺ മാത്രം ഒന്ന് വൈറ്റാക്കി എടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് മാത്രമുള്ള ഒരു പെയിൻറ്റിംഗ് കൂടെ ചെയ്തെടുക്കുന്നുണ്ട്.
നമ്മൾ ഹാൻഡ് വെച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള കപ്പിലേക്കാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ബ്രഷോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് തന്നെ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന പോർഷൻ മാത്രം ഒന്ന് ടച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്കൊരു അൺഈവൺ ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു മോഡേൺ ആയിട്ടുള്ളൊരു ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങുമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കപ്പിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു എക്സ്ട്രാ പുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തും കൂടെ എടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് വാർണിഷും കൂടെ ഒന്ന് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലൊരു ഗ്ലോസി ലുക്ക് കിട്ടാനും വാട്ടർ പ്രൂഫൊക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാർണിഷാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഒരു 2 ലെയറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് നല്ല രീതിയിൽ വാട്ടർ പ്രൂഫൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഫസ്റ്റ് കോട്ടിംഗ് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് സെക്കൻഡ് കോട്ടിംഗ് കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബ്രഷൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബ്രഷ് വെച്ചിട്ട് വേണം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് ലീവ് ചെയ്തതിന് ശേഷം ഉള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കോട്ടൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സെക്കൻഡ് കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കപ്പിലും കൂടെ 2 ലെയർ വാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡുള്ള ഒരു ഗ്രേ ആണ് കേട്ടോ ഇതിൻ്റെ ബേസ് വരുന്നത്. അപ്പോൾ അതാ ഈ ഒരു കുഞ്ഞു ബോട്ടിലേക്ക് നമ്മൾ ചെറിയ ടൈനി ടോയ്സൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മോക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനെയുള്ള ബോട്ടിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഈ ഒരു ഷെയ്ഡിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ DIYയുടെ ഫൈനൽ ലുക്കാണ്. അപ്പോൾ നമുക്കിതുപോലെയുള്ള ട്രേ ഒക്കെ ഇതുപോലെയുള്ള സെൻറ്റർ ടേബിൾ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് കോഫി ട്രേ ഒക്കെ ആയിട്ടൊക്കെ കപ്പൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു ട്രേ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ പ്ലാന്റ് സ്റ്റാൻഡൊക്കെ ആയിട്ട് നമുക്ക് സെൻറ്റർ ടേബിളിൽ ആ ഒരു സെൻട്രൽ പോർഷനിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലെ ഒരു റണ്ണറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാനിതാ കപ്പും ആ ഒരു പോട്ട് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലാൻ പോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റർ നമ്മുടെ DIY പ്ലാന്റർ വെച്ചിട്ടൊന്ന് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ സെയിം കളർ കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു പോട്ടോ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ട്രേ ടേബിളിലൊരു ഹോൾഡിംഗ് സ്റ്റാൻഡായിട്ട് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്ലാൻ പോട്ടും അതുപോലെ തന്നെ പെൻ ഹോൾഡറൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കപ്പ് നമ്മളിവിടെ പെൻ ഹോൾഡറായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തേർഡ് ലുക്ക് വരുന്നത്.
അപ്പോൾ നമുക്കിതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള യൂറ്റൻസിൽസൊക്കെ വെച്ചിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഡെക്കർ പീസായിട്ടും അതുപോലെ തന്നെ ഫങ്ഷണലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ നല്ല ഫിനിഷിങ്ങിലും ഗ്ലൈസിങ്ങിലൊക്കെയാണ് നമുക്ക് ഈ ഒരു വർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. നല്ലൊരു ഗ്ലൈസിങ്ങിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ ഒരു പ്രോപ്പർ ഡിസൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു അൺഫിനിഷ്ഡ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും അറിയാണ്ട് തന്നെ ഒരു ഹൈഡായി പോകുന്നുണ്ട്. നമ്മളത് സ്മൂത്തൻ ചെയ്തെടുക്കാൻ പോകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മിസ്റ്റേക്കൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്യൽ. അപ്പോൾ ആ ഒരു കപ്പിൽ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കപ്പും ഞാൻ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ ഗ്ലൈസും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടില്ല, നമ്മൾ ഈ ഒരു പുട്ടി വെച്ചിട്ട് തന്നെ ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു 4 മന്ത് എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു റിമോട്ട് ഹോൾഡറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പോർഷൻ പ്ലാന്ററായിട്ടും അതുപോലെ തന്നെ പെൻ ഹോൾഡറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.